14 കൊല്ലത്തിനിടയിൽ രൂപപ്പെടുത്തേണ്ടിയിരുന്ന സമവായത്തിന്റെ അഭാവത്തിൽ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലാണെങ്കിലും വനിതാ സംവരണ ബിൽ രാജ്യസഭ പാസാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ സുവർണലിപികളിൽ രചിക്കപ്പെടേണ്ട വനിതാ സംവരണ ബിൽ ആദ്യ കടമ്പ കടന്ന ആഹ്ലാദം ഇരിഞ്ഞാലക്കുടയിലെ വനിതകളും പങ്കുവയ്ക്കുന്നു. വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ മീനാക്ഷി തമ്പാൻ, മുൻ MP സാവിത്രി ലക്ഷ്മണൻ, മഹിളാ കോൺഗ്രസ് നേതാവ് സുജാ സജീവ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് അഡ്വക്കേറ്റ് KR വിജയ, ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി മണി ഉണ്ണികൃഷ്ണൻ, സെന്റ് ജോസഫ് കോളേജ്, ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥിനികൾ എന്നിവരുടെ പ്രതികരണങ്ങൾ നമുക്ക് ശ്രവിക്കാം. ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഈ വനിതാ പത്രസമ്മേളനം എന്ന് പറയുന്നത്. ദേവഗൌഡ ധനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ ബില്ല് പാർലമെന്റിൽ പ്രത്യേകിച്ച് ചില പാർട്ടികൾ ജനതാദൾ യു തുടങ്ങിയ ചില പാർട്ടികളുടെ ശക്തമായ എതിർപ്പ് കാരണം ആ ബില്ല് പാസ്സാക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ ആ ബില്ല് രാജ്യസഭയിലെത്തിച്ചത് കാരണം അത് ലാപ്സായില്ല. പിന്നീട് വീണ്ടും എടുക്കുകയും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ അത് ചർച്ചയ്ക്ക് വരികയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുതിയ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. നാച്ചിയപ്പൻ എന്ന പേരിലുള്ള ഒരു MP-യുടെ പേരിലൊരു കമ്മിറ്റി ഉണ്ടാക്കി. അതിനുശേഷം ആ കമ്മിറ്റി ഇപ്പോൾ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടും നിരവധി സ്ത്രീ സംഘടനകളുടെ ശക്തമായ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടും ആ ബില്ല് അവതരിപ്പിച്ച് രാജ്യസഭയിൽ പാസ്സാക്കിയിരിക്കുകയാണ്. രാജ്യസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ സാധിച്ച വനിതാ ബിൽ ഭാരതത്തിലെ ജനങ്ങളുടെ ഒരു ദീർഘകാല സ്വപ്നത്തിന്റെ സാക്ഷാത്കരണമാണ്. വനിതകളുടെ മാത്രമല്ല, പുരുഷന്മാരുടെയും സഹായം ഈ ബില്ല് പാസ്സാക്കുന്നതിനുണ്ടായിരുന്നു. ഭരണഘടനാ ഭേദഗതിയാണെന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും ഇന്ത്യൻ പാർലമെന്റിലെ പുരുഷന്മാർ ആത്മാർത്ഥമായി സഹായിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ബില്ല് പാസ്സാകാൻ പോകുന്നില്ല. ഇത് നിയമമായി പ്രാവർത്തിക തലത്തിൽ എത്തുന്നതോടുകൂടി സ്വാഭാവികമായും വനിതകളുടെ സമൂഹത്തിൽ പദവി വല്ലാതെ ഉയരും. നിയമങ്ങൾ അങ്ങനെ പരിരക്ഷ നൽകുന്നത് ഇഷ്ടം പോലെയുണ്ട്. എങ്കിലും സാധാരണക്കാരുടെ നിത്യ ജീവിതത്തെ കുറച്ചെങ്കിലും കൂടുതൽ സുഖകരമാക്കുന്നതിന് സഹായകമായേക്കാവുന്ന ഗാർഹിക പ്രശ്നങ്ങൾ കൂടി കൂടുതൽ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിൽപ്പെട്ട കുടിവെള്ളം പോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉദാഹരണമായിട്ടെടുക്കാം. അങ്ങനത്തെ നിയമങ്ങൾ ഒരുപക്ഷെ സമീപഭാവിയിൽ കൂടുതലുണ്ടാകാൻ ഞാനൊരു സാധ്യത കാണുന്നു. ഇതിനെക്കുറിച്ച് നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷെ ഇപ്പം മുസ്ലിം സ്ത്രീകൾ അതിന് മൊത്തമായിട്ട് താഴ്ന്ന രീതിയിലാണ്. അങ്ങനെ ഒരു ചെറിയ എതിർപ്പ് മാത്രമേ ഉള്ളൂ. ലിമിറ്റേഷനാണ് എപ്പോഴും ഉള്ളത്. പുരുഷന്മാരുടെ അത്രയും സ്ത്രീകൾക്കില്ല. അപ്പോൾ ഞങ്ങളതിനെക്കുറിച്ച് ഈ ബന്ധത്തിലൂടെ നമുക്കത് സ്ഥാപിക്കാമെന്നൊരു വിശ്വാസം ഞാൻ, കാരണം സ്ത്രീകൾക്ക് കൂടുതൽ സംവരണം എന്നോട് കൂടിയിട്ട് സ്ത്രീകൾക്ക് കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുകയാണ് ചെയ്യുന്നത്. ഞാൻ വനിതാ സംവരണ ബില്ലിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളും എല്ലാം ഒരുവിധം നമുക്ക് അതിനെ കുറച്ച് നിർത്താൻ പറ്റും. കുറച്ചും കൂടിയും സംവരണം കൂട്ടിക്കിട്ടുകയാണ്. വനിതാ ബില്ലിന് ഞാൻ അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ വനിതാ ബിൽ എന്ന ഒരു സ്വപ്നം വനിതകൾക്ക് ഇപ്പോൾ യാഥാർത്ഥ്യമായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ നമ്മളറിയാത്ത ഒരുപാട് നിയമകുരുക്കൾ ഉണ്ടായിരിക്കാം. അതെല്ലാം തീർത്തുകൊണ്ട് കൃത്യമായ ഒരു സംവിധാനത്തിലൂടെ ആ പ്രവർത്തനം സുഗമമായ രീതിയിൽ നടത്തിയാൽ മാത്രമേ വനിതാ സംവരണ ബിൽ പാസ്സായതുകൊണ്ടുള്ള നേട്ടം വനിതകൾക്ക് ലഭിക്കൂ. വനിതാ സംവരണ ബിൽ നല്ലത് തന്നെയാണ്. പക്ഷെ ഒരു ചെറിയ ഡ്രോബാക്ക്, ഇനി ഉണ്ടാവാൻ പോകുന്ന ഒരു ചെറിയ ഡ്രോബാക്കിനെ കുറിച്ച് ഞാൻ ആശങ്കപ്പെടുന്നുണ്ട്. കാരണം പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ത്രീ കാൻഡിഡേറ്റ് നിർത്തുമായിരിക്കും. പക്ഷെ പിന്നിൽ നിന്ന് ഭരിക്കുന്നത് അവർ തന്നെ ആവും. തീർച്ചയായും ഞാൻ ഈ ബില്ലിനെ അനുകൂലിക്കുന്നു. കാരണം എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ ഒരു ഉന്നമനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഈ രാജ്യം ഭരിക്കുന്ന അത്തരം കാര്യങ്ങളിൽ കൂടി സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. വനിതാ സംവരണ ബിൽ എല്ലാ കാലത്തും നമ്മൾ ആഗ്രഹിച്ച ഒന്നാണ്. അത് നേടിയെടുത്തതിൽ നമ്മൾ സന്തോഷിക്കേണ്ടതുമാണ്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബില്ലിനെ ഏറ്റവും കൂടുതൽ എതിർത്തതും ഒരു വനിതയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു സംവരണം നേടിയെടുത്തത് കൊണ്ടും കാര്യമില്ല. കാരണം അത്തരത്തിലുള്ള വനിതകൾ കൂടി ഇതിനെ അനുകൂലിക്കേണ്ടതും ഈ നിമിഷത്തിൽ സന്തോഷിക്കേണ്ടതുമാണ്. എല്ലാവരും
പറഞ്ഞതുപോലെ വനിതാ ബിൽ പാസ്സാക്കി വളരെ സന്തോഷിക്കുന്നു. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതുപോലെ തന്നെ പാർലമെന്റിൽ മാത്രം സംവരണം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ സേഫ് ആണെന്നൊരു അഭിപ്രായം എനിക്കില്ല. ഇതിപ്പം സാർ പറഞ്ഞതുപോലെ തന്നെ ബാക്കി എവിടെയായാലും വനിതകൾക്ക് ശത്രുവാകുന്ന വനിതകൾ തന്നെയാണ്. അതിപ്പോൾ ഒരു ട്രെയിനിലായാലും ബസ്സിലായാലും ഒക്കെ ഞങ്ങൾ ഏതൊരു കേസ് എടുത്ത് ഒരു ഇൻസ്റ്റന്റ് സ്റ്റോറി എടുത്ത് നോക്കിയാലും ഒരു റേപ്പ് സ്റ്റോറി ആണെങ്കിൽ കൂടി അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു വനിത ഉണ്ടാവും. അതുകൊണ്ട് സൊസൈറ്റിയിൽ ഫുൾ വനിതകൾക്ക് സേഫ് ആവണമെങ്കിൽ ഈ ഒരു ബില്ല് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പാർലമെന്റ് പ്രാതിനിധ്യം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. അത് വനിതാ ദിനത്തോടനുബന്ധിച്ച് തന്നെ നടപ്പിലാക്കാൻ കഴിയാന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് പേഴ്സണലി ഒരു ഭരണ കാര്യങ്ങളിൽ നമുക്ക് പ്രാതിനിധ്യം ഉണ്ടാവുക എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ അവകാശങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 7 മണി നേരത്തെങ്കിലും ഒരു പേടിയില്ലാതെ ഈ ബസ് സ്റ്റാൻഡിലൂടെ നടക്കുക, അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ട്രെയിനിനേക്കാളും ഉപരി ബസ്സിൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഒരു വഴി കൂടെ നടക്കുക. അതിനൊക്കെ ഒരു മാനസികമായൊരു സേഫ്റ്റി ഫീൽ ചെയ്യുന്ന സമയത്ത് മാത്രമേ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഈ സമൂഹത്തെ തന്നെ സേവ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ പ്രാതിനിധ്യമുള്ള സ്ത്രീകൾക്ക് എത്രത്തോളം ഭരണകാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഇടപെടാൻ കഴിയുന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സന്തോഷം തരുന്ന ഒരു ചരിത്ര നിമിഷം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് ഇന്ത്യൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ വനിതാ ബിൽ അവതരിപ്പിച്ച് രാജ്യസഭയിൽ പാസാക്കിയ സംഭവം. നാം മുന്നോട്ട് വന്ന് ഇപ്പോൾ ഇതാ നമുക്ക് എത്തിപ്പിടിക്കാത്ത ദൂരത്ത് നിന്നുകൊണ്ട് രാജ്യസഭയിൽ പാസ്സാക്കി പാർലമെന്റിൽ പാസ്സാക്കാം. പക്ഷേ ഇത് നമ്മളുടെ ഒരു തുടക്കം മാത്രമാണ്. ഇനിയുള്ള കാലങ്ങളിലും ഒരു നല്ല തുടക്കവും നല്ലൊരു അഭിവൃദ്ധിയും നമുക്കുണ്ടാവും. ഈ തിരുനാടപ്പുറം നിയോജക മണ്ഡലത്തിലെ അഭിവാദ്യങ്ങൾ നമ്മുടെ UPS സർക്കാരിനും കേന്ദ്ര ഗവൺമെന്റിനും ഇത്തരണത്തിൽ സോണിയാഗാന്ധിക്കും പ്രത്യേകിച്ച് സോണിയാഗാന്ധിക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. എന്തായാലും ഇത്രയും 62 വർഷം കാത്തിരിക്കേണ്ടി വന്നു നമുക്ക് ഇങ്ങനൊരു ഭരണഘടനാ ഭേദഗതി നടത്തുന്നതിനും വനിതകളോടുള്ള ഒരു അനുകൂല നിലപാടെടുക്കുന്നതിനും. എനിക്ക് പറയാനുള്ളത് അങ്ങനെ നിലപാടെടുക്കുമ്പോൾ അത് വളരെ സന്തോഷകരമാണ്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമുള്ളതല്ല. പ്രത്യേകിച്ച് അതിന്റെ ക്രെഡിറ്റ് പുറത്ത് പ്രക്ഷോഭങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സമരം ഈ വിജയം നേടിയെടുത്ത പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും മറ്റു വനിതാ പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെയാണ്. അവരുടെയും കൂടി ആണ് ഈ ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്.